ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ ബിരിയാണി റെഡിയാക്കിയെടുക്കാം. ഏകദേശം 1 കിലോ ചിക്കനും 1 കിലോ അരി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ചിക്കൻ ബിരിയാണി റെഡിയാക്കുന്നത്. പിന്നെ ഈ ഒരു ബിരിയാണിയുടെ ചോറിൻ്റെ വേവോ അതുപോലെ മസാലയുടെ അളവോ ഒന്നും തന്നെ കൂടുകയും കുറയും ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഒരു അടിപൊളി ബിരിയാണിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. വലിയ സവോള 4+1, 4 നമുക്ക് മസാല ഉണ്ടാക്കാനും 1 നമുക്ക് ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ ഒരു 2 വലിയ തക്കാളി, ചെറുതാണെങ്കിൽ 3 എടുത്തോളൂ. പിന്നെ ഒരു 6-7 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഏകദേശം ഒരു 14-15 ഉണ്ട്. പിന്നെ ഇഞ്ചി ഒരു വലുതും ഒരു ചെറിയതും ഏകദേശം ഇത്ര വലുപ്പമുള്ളത്. ഇനി ഇതിനെല്ലാം നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഉള്ളി നന്നായിട്ട് കനം കുറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഏത് പാത്രത്തിലാണോ ബിരിയാണി ഉണ്ടാക്കുന്നത് ആ പാത്രം അടുപ്പത്ത് വെച്ച് എന്നിട്ട് ഈ സവോള നമ്മൾ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഫ്രൈ ചെയ്യാൻ, ആ സവോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ആ സവോള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഈ പാത്രത്തിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും, ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ബെസ്റ്റ് സൺഫ്ലവർ ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ആണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഈ സവോള അതിലോട്ട് ഇട്ടിട്ട് നല്ല ഫ്ലെയിമിൽ ആദ്യം കുറച്ച് നേരം നല്ല ഫ്ലെയിമിൽ കത്തിച്ചിട്ട് ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ തീ കുറച്ചിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി അവിടെ ഫ്രൈ ആകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ കുക്കർ എടുത്തിട്ട് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി എല്ലാ സാധനങ്ങളും ഈ കുക്കറിലോട്ട് ഇട്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വിസിലടുപ്പിച്ചെടുക്കണം. എൻ്റെ കുക്കർ കുറച്ച് പഴയ കുക്കർ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വിസിലടിക്കണം. ഞാനൊരു 4 വിസിൽ വരെ അടുപ്പിക്കുകയാണ്. അപ്പോൾ അതവിടെ വിസിലടിക്കട്ടെ. ആ ഒരു സമയം ഇവിടെ ഉള്ളി വന്ന് നോക്കുമ്പോൾ ഏകദേശം എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കാഷ്യൂവും മുന്തിരിയും ഇടാം. അങ്ങനെ കാഷ്യൂ ഗോൾഡൻ കളർ ആകുന്നത് വരെയും മുന്തിരി നല്ല ബലൂണ് പോലെ വീർക്കുന്നത് വരെയും നമുക്ക് അതും ഒന്ന് ഈ നെയ്യിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഏകദേശം ഇതൊരു കിലോ ചിക്കൻ ഉണ്ട്. ഇതിലോട്ട് നമ്മുടെ സാധാരണ പൊടികളായിട്ടുള്ള 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഞാനിത് റസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. നേരെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത ആ ഒരു പാനിൽ ആ ഒരു നെയ്യിലോട്ട് തന്നെയാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ വല്ലാതെ അങ്ങോട്ട് ഡീപ് ഫ്രൈ ഒന്നും ആക്കണ്ട, ഒരു സാധാരണ ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി. ഇങ്ങനെ ചിക്കന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇനി ഈ ഒരു പാത്രത്തിലോട്ടാണ് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ മസാല അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ മസാല കുക്കറിൽ ഏകദേശം 4 വിസിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഇത് ഒഴിക്കുന്നത്. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെയിം കൂട്ടിയിട്ട് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രധാന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം വറ്റി ഈ ഒരു മസാല നന്നായിട്ട് വഴണ്ടാൽ നമ്മുടെ ബിരിയാണിക്ക് അത്രയും ടേസ്റ്റ് കൂടും. അതാണ് ഇതിൻ്റെ ഒരു ടിപ്പ്. ഏതായാലും നന്നായിട്ട് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയുടെ റൈസ് റെഡിയാക്കി എടുക്കാം. ഞാൻ 1 കിലോ അരി എടുത്തിട്ടുണ്ട്, കൈമ റൈസ്. കൈമയാണ് എപ്പോഴും ബിരിയാണിക്ക് ഒരു ടേസ്റ്റും ഫ്ലേവറും എല്ലാം തരുന്നത്. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം ഒഴിക്കാം. ഏകദേശം 1 കിലോ റൈസ്, അതായത് 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 6 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിന് ഒഴിക്കുന്നത്. അതായത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കുന്നത്. അങ്ങനെ വെള്ളം ഒഴിച്ച് അതിലോട്ട് നമ്മൾ സ്പൈസസ് ആയിട്ടുള്ള ഒരു 2 കറാമ്പട്ടയുടെ ഇലയും പിന്നെ ഒരു 5-6 ഏലക്ക, 3-4 കഷ്ണം ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു ഗ്രാമ്പൂവും അതും 3-4 പീസസും പിന്നെ ചെറിയ ജീരകവും എല്ലാം ഇട്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഈ വെള്ളം തിളപ്പിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മളിവിടെ മസാല വെള്ളം വറ്റിക്കാൻ വേണ്ടി വെച്ചിരുന്നല്ലോ, അത് ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഗരം മസാല, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, പിന്നെ 4 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്. ഞാൻ പുളിയില്ലാത്ത തൈര് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ചെറുനാരങ്ങയുടെ നീരെടുത്തിരിക്കുന്നത്. നിങ്ങൾ പുളിയുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെറുനാരങ്ങയുടെ അളവ് കുറക്കാം. അത്രയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് ഇനി അവസാനമായിട്ട് ഇതിലോട്ട് 1 പിടി മല്ലിയിലും 1 പിടി പുതിനയിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ചിക്കനിലോട്ട് ഈ മസാലകളെല്ലാം പിടിക്കുന്ന രീതി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കുക. ഇനി അപ്പോഴേക്കും നമ്മുടെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ അരി കഴുകി നല്ല വെള്ളമെല്ലാം വാർത്തെടുത്ത് അരി ഇതിലോട്ട് ഇടുന്നുണ്ട്. ഇനി അതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. അങ്ങനെ ഏകദേശം ഇപ്പോൾ അരിയെല്ലാം വെന്തിട്ടുണ്ട്. നമ്മുടെ മസാലയും നല്ല വെള്ളമൊക്കെ വറ്റി. ഇനി ഈ ചോറ് ഇതിലോട്ട് ഇടുക. അതിൻ്റെ അവസാനമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ഉള്ളി, കാഷ്യൂ, മുന്തിരി അതൊക്കെ ഇല്ലേ, അത് മുകളിൽ ഇങ്ങനെ നിരത്തി കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും
അത്രയും ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ദം ചെയ്യാൻ വെക്കാം. നല്ല തീ കുറച്ച് വെച്ചിട്ട് വേണം ദം ചെയ്യാൻ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും, വേവ് കൂടിപ്പോകും. പിന്നെ ഇതിൻ്റെ ഹോള് ഇതൊരു ടിഷ്യൂയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് കൊടുക്കാം. അങ്ങനെ 10 മിനിറ്റ് നന്നായിട്ട് ദം ഇട്ട ബിരിയാണിയാണ്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് വിളമ്പാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇതിലെ ചിക്കനും മസാലയും എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറും പാകത്തിനുള്ള വേവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി മലബാറി ചിക്കൻ ബിരിയാണി റെഡിയായി. ഇനി ഇത് പപ്പടം കൂട്ടി ചമ്മന്തിയും കൂട്ടി നല്ലൊരു പിടി പിടിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ശരി എന്നാൽ.